ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്താണ്. ഈ ബൈത്തിൽ മഹാത്മാക്കൾ പറയുന്നുണ്ട്, എന്നിട്ട് പറയുന്നത് എന്താ, കഴുത കരയുന്ന സ്വരത്തെ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ആരെങ്കിലും ഒരാൾ കഴുത കരയണുമ്പോൾ ആഹാ എന്ത് നല്ലൊരു സംഗീതം എന്ന് ആരെങ്കിലും പറയൂല. അത് ആർക്കും ഇഷ്ടമല്ല. എന്നാലോ നല്ല രാപ്പാടി, കുയില് രാപ്പാടി, അങ്ങനത്തെ വസ്തുക്കളൊക്കെ ഒരു പാട്ടൊക്കെ പാടുക, നമ്മളതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും അവരുടെ സ്വരം. അതുപോലെ ആക്കണം നമ്മുടെ ശബ്ദം. ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഇതാ ഖുൽത ഖൗലൻ ലയ്യനാ, സോഫ്റ്റ് ആയിക്കൊണ്ട് സംസാരിക്കുക, പരുഷമായ സ്വഭാവം മാറ്റുക. ഒരാൾക്ക് നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പെരുമാറുക, ആ രൂപത്തിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ആ രൂപത്തിൽ വളരെ സോഫ്റ്റായി സംസാരിക്കുക. ഭാര്യമാരോട് മാന്യമായി പെരുമാറുക, ഭർത്താക്കന്മാരോട് ഭാര്യമാരും മാന്യമായി പെരുമാറണം. ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ടൊക്കെ മോശപ്പെട്ട രൂപത്തിൽ ഭർത്താവിന് സങ്കടം വരുത്തുന്ന എന്തെങ്കിലും ഒരു വാക്ക് ഭാര്യ പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുമെന്ന് കരുതണ്ട. അതുപോലെ തന്നെയാണ് ഭാര്യമാരുടെ മനസ്സ് വിഷമിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മയ്യത്തിന് എടുക്കുന്ന സമയത്ത് അവിടെ പറയുന്ന കാര്യം എന്താ? ഒരു മയ്യത്തിന് വീട്ടിൽ നിന്ന് പള്ളിത്തൊടുവിലേക്ക് എടുക്കുന്ന സമയത്ത് പറയുന്ന കാര്യം എന്താ? ഒന്നാമത് പറയുന്നത് കടങ്ങളെ കുറിച്ച് പറയും. രണ്ടാമത് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിലുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം കേട്ടോ. എന്തിനാ ഇത് പറയുന്നത്? നിസ്കാരത്തെ കുറിച്ച് അവിടെ ആരും ദ്വാരക്കില്ല. ഇയാളുടെ നിസ്കാരങ്ങൾ ഖളായി പോയി, നീ പുറത്തു കൊടുക്കണമെന്ന് ദ്വാരക്കലില്ല. അത് അള്ളാന്റെ അക്കൗണ്ടിലെ കാര്യം. അള്ള പുറത്തു കൊടുത്ത് അൽഹംദുലില്ലാഹ് അയാൾ കഴിച്ചിലായി. അള്ള പുറത്തു കൊടുത്തില്ല നഅൂദുബില്ലാഹ് അയാൾ കുടുങ്ങിപ്പോയി. പക്ഷേ ഒരു മനുഷ്യനടുത്ത് വെറുപ്പുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കറുണ്ടെങ്കിൽ അത് അവിടുന്ന് വീടിക്കിട്ടൂല. നമ്മളെ കുറിച്ചൊരു മനുഷ്യൻ്റെ ഉള്ളിൽ കറുണ്ടെങ്കിൽ വീടിക്കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ആ കറകൾ മാറ്റണം. ചില ആളുകൾ എന്തെങ്കിലും രണ്ടാളുകൾ തമ്മിൽ പിണക്കുണ്ടെങ്കിൽ ആ പിണക്കം മാറ്റാൻ നമ്മളുടെ അടുക്കലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വലിയ ആളായതുകൊണ്ടല്ല, അയാൾക്ക് നമ്മളെക്കാൾ വലിയ മനസ്സുള്ളത് കൊണ്ടാണ്. അയാൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ പിണക്കം മാറ്റാൻ വേണ്ടി നമ്മുടെ അടുക്കൽ വരലോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അയാൾ ഉത്തമനായി, അയാൾ ആ പിണക്കം മാറ്റാൻ വേണ്ടി രംഗത്ത് വന്നതിനാൽ അയാൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ദറജ കിട്ടി. അയാൾ നമ്മളെക്കാൾ സ്ഥാനം കൊണ്ട് ഉയർന്നു. ആ സമയത്ത് നമുക്കത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ, അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മോശപ്പെട്ടും പോയി. അപ്പൊ ആരെങ്കിലുമൊക്കെ വിഷമം, ദേഷ്യമോ പിണക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവരെ സ്വീകരിക്കുക. എന്തിനാണ് ഈ കിബറൊക്കെ വെച്ചുകൂട്ടി ഇങ്ങനെ കൊണ്ടു നടക്കണേ? മരിക്കണ സമയത്ത് ഇത് കൊണ്ടുപോകുമോ? ഒരു മനുഷ്യനടുത്ത് വിട്ടുകൊടുത്തു കൊടുക്കാൻ, ഒരു മനുഷ്യൻ്റെ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ എങ്ങനെ അള്ളാഹ് പൊരുത്തപ്പെട്ടു തരിക? എത്ര നിസ്കാരം പോയി മനുഷ്യ, എത്ര നോമ്പ് പോയി മനുഷ്യ, അള്ളാഹു തആല പൊരുത്തപ്പെട്ടു വരുമോ? ഒരു മനുഷ്യന് എന്നോ ചെയ്തൊരു തെറ്റിന്റെ പേരിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു മനുഷ്യനടുത്ത് മിണ്ടാതെ നടക്കുക, കുടുംബങ്ങൾ തമ്മിൽ തെറ്റി നടക്കുക. അങ്ങനെ തെറ്റി നടന്ന് മിണ്ടാതെ നടന്നിട്ട് അള്ളാഹിന്റെ അടുക്കൽ പോകുമ്പോൾ ഈ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ പകരമായിട്ട് അള്ളാഹ് പൊരുത്തപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? നേരത്തെ ചോദിച്ചതുപോലെ നാണല്ലേ, ബുദ്ധിയില്ലേ, ചിന്തിച്ചൂടെ? സൃഷ്ടികളോട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റാതെ, സൃഷ്ടികളോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാതെ എങ്ങനെയാണ് റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നത്? അല്ലാഹു തആല നാളെ പൊരുത്തപ്പെട്ടിരുമെന്ന് എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ആ സ്വഭാവം നമ്മൾ മാറ്റണം. ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് ഓതിയിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മന്റെ മാറിടത്തിലേക്ക് ചാഞ്ഞെടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ച് ആദ്യം പറഞ്ഞ വാക്കെന്താ? ഇന്നക തസിലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധങ്ങളെ എന്ത് ചെയ്യുന്നവനാണ്, ഊട്ടിയുലർത്തുന്നവനാണ്. അതുകൊണ്ട് ലാ തഖഫ് ലാ തഹസൻ, അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് സങ്കടപ്പെടേണ്ട എന്നുള്ളതാണ്. അപ്പൊ കുടുംബ ബന്ധം വളരെ മനോഹരമായ ഒന്നാണ്. നമ്മൾ കാരണം, നമ്മുടെ വാശി കാരണം, നമ്മുടെ ദുർവാശി കാരണം നഷ്ടപ്പെട്ടു പോകേണ്ട ഒന്നല്ല ഒരു കുടുംബ ബന്ധം എന്ന് മനസ്സിലാക്കണം. ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യർക്കും ലൈലത്തുൽ ഖദറിന്റെ അന്ന് എല്ലാ മനുഷ്യർക്കും അല്ലാഹു തആല നിഅമത്ത് ചെയ്യും. എല്ലാ മനുഷ്യർക്കും അവർ തേടുന്ന തേട്ടത്തിന് ഉത്തരം കിട്ടിക്കൊടുക്കും. 3 വിഭാഗത്തിനൊഴികെ. അതിലൊരു വിഭാഗം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ തെറ്റിപ്പിച്ചവനാണ്, മറ്റുള്ളവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വിമുഖത കാണിക്കുന്നവനാണ്, മഹ്ശറിലേക്ക് മാറ്റിവെച്ച് നടക്കുന്നവനാണ്. അതുകൊണ്ട് ആ ചിന്ത മാറ്റി കുടുംബങ്ങൾ തമ്മിൽ തെറ്റിയിട്ട് നമ്മൾ കുറേ നിസ്കരിച്ച് കുറേ നോമ്പ് നോറ്റി വലിയ സംഭവമാണ്, വലിയ ഹാജിയാണ്, വലിയ ഉംറ ആണ്, വലിയ പണ്ഡിതനാണ് എന്നൊന്നും പറഞ്ഞിട്ട് അള്ളാന്റെ മുന്നിലേക്ക് ചെല്ലണം എന്നാരും വിചാരിക്കാൻ നിൽക്കണ്ട. കുടുംബ ബന്ധങ്ങളുടെ തെറ്റുകളൊക്കെ തീർത്തോ. തെറ്റുകൾ തീർക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴക്കാരം ഓട്ടെ ഈ റമദാൻ വരുമ്പോൾ പൊരുത്തപ്പെടിപ്പിക്കാം എന്ന് കരുതുമ്പോഴക്കാരം നാളെ രാവിലെ അയാളോ അല്ലെങ്കിൽ നമ്മളോ മരണപ്പെട്ടു പോകുന്ന അവസരം നഷ്ടപ്പെട്ടു പോയി.
പിന്നെ ഖബറിൽ കിടക്കുന്ന സമയത്തടക്കം ഈ ബാധ്യത പേറിക്കൊണ്ട് കിടക്കേണ്ടി വരും. അതുകൊണ്ട് മനോഹരമായ യാത്രയാണ് നമുക്ക് പോകേണ്ടത്. ഒരു ബാധ്യതകളില്ലാതെ, ഒരു സങ്കടമില്ലാതെ, ഒരു വിഷമില്ലാത്ത യാത്ര നമുക്ക് പോകാൻ പറ്റണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഖൽബ് നന്നാക്കുക. ഇദാ ഖുൽത ഖൗലൻ ലയ്യിന, സംസാരിക്കുമ്പോൾ നന്നായി സംസാരിക്കുക. കിബർ ഒഴിവാക്കുക, വിദ്വേഷം ഒഴിവാക്കുക. ഞാൻ എന്ന ഭാവം ഒഴിവാക്കിയിട്ട് ഞാൻ ആരുമല്ല എന്ന ഭാവം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരോടും സോഫ്റ്റായി പെരുമാറുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.